ബിസിനസ് സ്റ്റഡീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണോ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണോ, അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ആകുന്നു, അത് നമുക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഒരു ഗ്രൂപ്പ് ആകുന്നു, അതിനെയാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണത്? അതൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതൊരിക്കലും ഫോർമൽ ആവുന്നില്ല, അതെന്താവുന്നുണ്ട്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. യെസ്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് NCPT എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പം NCPT എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളോട് വീണ്ടും പറയുകയാണ്, ഈ വരുന്ന നവംബർ 2-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈലത്തിന്റെ ഏത് സെന്ററിൽ വേണമെങ്കിലും എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. എക്സാമിന് ടോപ്പ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 10 കോടിയുടെ സ്കോളർഷിപ്പാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈലത്തിന്റെ പ്രീമിയം കോഴ്സസ് ആയ, കൊമേഴ്സിലെ പ്രീമിയം കോഴ്സസ് ആയ CA, SCC തുടങ്ങിയ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് NCPT എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവർ ആ QR കോഡ് സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് ചെയ്യുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ്? ഡയറക്റ്റിംഗിൽ 3 എലമെന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ ഏതാണ് ഡയറക്റ്റിംഗിന്റെ എലമെന്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, കൺട്രോളിംഗ്. അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്നവർ താഴെ കമന്റ് ചെയ്യും.